ദന്തൽ വിദ്യാർത്ഥി നിതിൻ രാജ് ജീവനൊടുക്കിയ കേസ് പ്രതി ഡോക്ടർ റാമിന്റെ അറസ്റ്റിലുണ്ടായ വീഴ്ചയിൽ പോലീസ് ഉദ്യോഗസ്ഥർ ഹൈക്കോടതിയിൽ ഹാജരായി. ക്രൈംബ്രാഞ്ച് എസ്പിയും ഡിവൈഎസ്പിയുമാണ് ഹാജരായത്. നടപടിക്രമങ്ങൾ പാലിക്കാതെ റാമിനെ അറസ്റ്റ് ചെയ്തത് ഹൈക്കോടതി വിമർശിച്ചിരുന്നു. സൈഫുന്നീസയിലേക്ക് വരാം. എന്തായാലും ഇക്കാര്യത്തിൽ ഇപ്പോൾ ഹൈക്കോടതിയിൽ ഈ പോലീസ് ഉദ്യോഗസ്ഥർ ഹാജരായിരിക്കുകയാണ്. ദന്തൽ വിദ്യാർത്ഥി നിതിൻ രാജ് ജീവനൊടുക്കിയ കേസിലെ പ്രതി ഡോക്ടർ റാമിന്റെ അറസ്റ്റിലുണ്ടായ വീഴ്ചയിലാണ് പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ ഹൈക്കോടതിയിൽ ഹാജരായിരിക്കുന്നത്. സൈഫുന്നീസ അലിയാറാണ് വിവരങ്ങളുമായി ചേരുന്നത്. സൈഫുന്നീസ, കഴിഞ്ഞ ദിവസം വലിയ വിമർശനമാണ് ഇക്കാര്യത്തിൽ ഹൈക്കോടതി ഉന്നയിച്ചത് എന്നുള്ളതാണ്. ഗൂഢാലോചന അടക്കം ഉള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും പോലീസ് ഉദ്യോഗസ്ഥർ ഹാജരായിരിക്കുകയാണ്. അവർ എന്താകും ഹൈക്കോടതിയിൽ ഇതിന് മറുപടി നൽകുക? ക്രൈംബ്രാഞ്ച് SP വേണുഗോപാലും ക്രൈംബ്രാഞ്ച് DYSP സുധീർ കല്ലനുമാണ് അല്പസമയം മുമ്പ് ഹൈക്കോടതിയിൽ ഹാജരായിരിക്കുന്നത്. അഞ്ചരക്കണ്ടി ഡെന്റൽ വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിലെ ഒന്നാം പ്രതി ഡോക്ടർ റാമിന്റെ അറസ്റ്റിൽ സുപ്രീം കോടതിയുടെ മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചില്ലെന്ന് ആരോപിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി രൂക്ഷ വിമർശനം ഉന്നയിക്കുകയും ഈ അന്വേഷണ ഉദ്യോഗസ്ഥരോട് നേരിട്ടെത്തി വിശദീകരിക്കണമെന്ന് ഹൈക്കോടതി ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർ രണ്ടുപേരും ഹാജരായിരിക്കുന്നത്. ഈ കഴിഞ്ഞ ഞായറാഴ്ചയാണ് കൂർഗിൽ നിന്ന് ഡോക്ടർ റാമിനെ അറസ്റ്റ് ചെയ്തത്. അതിനുശേഷം ഈ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ ഇദ്ദേഹത്തിന് മലയാളം ഭാഷ അറിയില്ല. പക്ഷേ മലയാളത്തിൽ എഴുതിയ കാരണമാണ്, അതായത് എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നു എന്ന കാരണം സാധാരണ രീതിയിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ ഒരു പ്രതിയോട് വിശദീകരിക്കണം, എഴുതി നൽകണം. അത് പക്ഷേ എഴുതി നൽകിയത് മലയാളത്തിലാണ്. മലയാളം അറിയാത്ത ഡോക്ടർ റാമിന് മലയാളത്തിൽ ഇങ്ങനെ കാരണം എഴുതി നൽകിയത് എങ്ങനെയാണ് എന്ന് പ്രതിഭാഗം അഭിഭാഷകൻ കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയെ അറിയിക്കുകയും ഇതേ തുടർന്ന് ഹൈക്കോടതി രൂക്ഷ വിമർശനം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് അന്ന് കോടതി ഞായറാഴ്ച വൈകിട്ട് 7 മണിയോടുകൂടി ഡോക്ടർ റാമിനെ ജാമ്യത്തിൽ വിട്ടത്. 3 മാസത്തോളം കഴിഞ്ഞ ഒരു പ്രതിയെ പിടികൂടുകയും അത്രയധികം പ്രമാദമായ ഒരു കേസിലെ പ്രതിയെ പിടികൂടുകയും ചെയ്തിട്ട് ആ പ്രതിക്ക് പെട്ടെന്ന് തന്നെ കോടതി ജാമ്യം നൽകിയത് വലിയ വിവാദമായിരുന്നു. ആഭ്യന്തര വകുപ്പിന് വലിയ തിരിച്ചടിയായി ഉണ്ടായ സംഭവമായിരുന്നു. അതിനുശേഷം അന്ന് കോടതിയിൽ നിന്ന് പുറത്തിറങ്ങിയ റാമിനെ കോടതി വളപ്പിൽ വെച്ച് തന്നെ പോലീസ് വീണ്ടും കസ്റ്റഡിയിലെടുക്കുകയും പിന്നീട് നടപടിക്രമങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. എന്തായാലും ഇക്കാര്യങ്ങളെല്ലാം തന്നെ ഇന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ ഹൈക്കോടതിയിൽ വിശദീകരിക്കും. അതായത് ഈ റാമിനെ വീണ്ടും അറസ്റ്റ് ചെയ്തു എന്നും നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ടാണ് പുതിയ അറസ്റ്റ് എന്നും വിശദീകരിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഈ വിഷയങ്ങൾക്ക് ശേഷം ആഭ്യന്തര വകുപ്പിൽ നിന്ന് ഈ ഒരു നിർണായക തീരുമാനം ഉണ്ടായത് ഈ കേസിലെ മുഴുവൻ അന്വേഷണ സംഘത്തെയും അന്വേഷണ ഉദ്യോഗസ്ഥരെയും മാറ്റി പുതിയ അന്വേഷണ സംഘത്തെ നിയമിക്കുകയാണ് ചെയ്തത്. എന്തായാലും ഇന്നത്തെ ഈ വിഷയത്തിൽ ഇവർ കോടതിയിൽ നിലപാട് അറിയിക്കുകയും ചെയ്യും. ശരി സൈഫുന്നീസ.